കൊണ്ടുപോകുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ഉൽപ്പച്ചേട്ടന് അണക്കെട്ട് വന്നത് അല്ലാതെ നമ്മളിപ്പോ ഈ നടുവേ ഓടണം, ഓടിക്കണം. അതിന് കുഴപ്പമില്ല. അതിന് പാകിസ്ഥാനെ ഓടിക്കുന്നത് ഇപ്പോൾ നടുവേ ഓടാത്തുണ്ട്. നമ്മൾ മിഠായി അവർ തോന്നിയാലും ചെയ്യുന്നു. ഇനിയിപ്പോൾ അതേ ചെയ്യൂല. അവിടെ ഇവിടെയുള്ള പാരകളൊക്കെ പാര പണിയുന്നതാണ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അല്ല, എന്നാലും ഒന്ന് പറഞ്ഞ് അതനുസരിച്ചെങ്കിലും നേരത്തെ എന്നുള്ള ഉദ്ദേശം അതൊന്നും കേൾക്കില്ല. നിങ്ങൾ പറഞ്ഞ് നിങ്ങളവിടെ നമുക്ക് കേൾക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. ഇത് ഇവിടെ മുഴുവനെ നിന്നത് തന്നെയാണ്, ഒക്കെ അറിയാം. നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ. ഓലക്കെട്ടിലാണ് ഇരുന്നത്. ഒന്നുമില്ല, ഇത്രയും തലമുറ ഉണ്ടായിരുന്നു. അന്ന് വേറെ കാര്യമുണ്ട്, നമ്മളത്രയും പ്രമേയമായില്ല. അന്ന് ഓലക്കെട്ടിലാണ് ഇരുന്നത്. അന്ന് നമുക്ക് അത്രയും പ്രായമായില്ല. നമ്മുടെ പയ്യനാണ് എന്താ പരിഹാരം ചേട്ടാ പറ. വല്ല പരിഹരിച്ചിട്ട് ഉടക്കിയിട്ട് ഉടക്ക് കഴിച്ചിട്ട് പരിഹരിച്ചിട്ട് പരിഹാരം പറ. എന്ത് പരിഹാരം? ഇതിൻ്റെ സംഭവത്തിൻ്റെ അത് സംഭവം ഒരു പരിഹാരം അവരല്ലേ കാണേണ്ടത്. അത് കുറഞ്ഞേ ഉള്ളൂ, അത് അവർ ചെയ്യണം. നിർദ്ദേശം കൊടുത്തിട്ട് പോകും. ചേട്ടൻ നിർദ്ദേശം കൊടുത്തിട്ട് പോകാറുണ്ട്. അല്ല, നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കഴിയിട്ട് കൊള്ളാൻ ജോലി വിടായിരുന്നു. അത്രയും നമ്മളെ നിർദ്ദേശമുള്ളൂ. അവർ ചെയ്യേണ്ടവർ ഇന്ന് നാളെയും ചെയ്യും. ഇന്നലെ ഇന്നലെ ഒരു സ്ത്രീയെ കറക്റ്റായിട്ട് ചേട്ടൻ പറഞ്ഞു, എൻ്റെ ദൈവമേ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ വന്നിട്ടതാ അല്ല ഇങ്ങനെ വന്നിട്ട് ലോറിയിൽ കൊണ്ട് ടാങ്കർ അടിച്ചതല്ലേ? ടാങ്കർ അടിച്ചത് അല്ലല്ല അവിടുത്തെ ഒഴുകി വരുമല്ലോ. അവിടുത്തെ ആരുടെ കുറ്റമല്ലത്, അവിടുത്തെ ഒഴുകി വരുക ആയിരിക്കും. ചേട്ടാ ഇതേ ഇന്നലെ ഒരു പെൺകുട്ടി വന്നിട്ട് ഇവിടെ വന്ന് മൂക്കടിച്ച് വീട് കറക്റ്റായി. അവ അടിച്ചു വീണാൽ അവൾക്കില്ലാതായി പോകണം, അല്ലെങ്കിൽ അവളെ അച്ഛനും അമ്മയ്ക്കും അവളെ കുടുംബത്തിനും ഇല്ലാതായി പോകും. ഇവിടെ അവർക്ക് എന്തോന്ന് ഇതാണ്ട് ഇത് ചവിട്ടിൻ്റെ നിന്ന് നമ്മൾ ചെറിയ അങ്ങ് പോയാൽ പോയത് തന്നെയാണ്. അങ്ങനെയുള്ള നിറഞ്ഞ് കളഞ്ഞു അല്ല വേറെ പാത്രത്തിൽ. ഇവിടെ ചേട്ടാ ഇവിടെ വന്നിട്ട് തെന്നി അടിച്ച ഒരു പെൺകുട്ടി വീട് എത്ര പേര് എത്ര പേര് എഴുന്നിട്ടുണ്ട്? എത്ര പേര് എത്ര പേര് വീണിട്ടുണ്ട് എന്ന് പറയാൻ പറ്റൂ. നമ്മളതുപോലെ വീട്ടിൽ നിന്ന് പറഞ്ഞ് പിടിക്കാതെ കഴിഞ്ഞാൽ വേറെ രീതിയിൽ സംസാരം അത് വേണ്ട, അത് അമ്മ നോക്കിയിട്ട് എങ്ങനെ അല്ല. നമ്മൾ ഒരു മനസ്സാക്കി കാണിക്കും. ചിലർ കൈനെ പിടിക്കാന്ന് പറഞ്ഞാൽ ബലാക്കാരത്തിൽ വേറെ എന്തെന്ന് വിചാരിക്കും, മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നമുക്കത് മോശമാണ്. എന്താ മനസ്സിലായില്ല? എങ്ങനെ ഇല്ല, നമ്മൾ ചിരക്ക് വിടുന്നില്ലേ പിടിച്ച് എളുപ്പിക്കാൻ നോക്കും. ചിലർ മനസ്സുകൊണ്ട് വേറെ അതെ ഞാൻ തൊട്ടില്ല, ഞാൻ തൊടുവില്ല. ഈ തെന്നി അടിച്ചൊരു വീട്, തെന്നി അടിച്ച ഇതിൽ കാണിച്ചല്ല. കണ്ട എനിക്കറിയാം. ഇന്നലെ കണ്ടോ സംഭവം? കണ്ടെന്ന് എനിക്കറിയാമല്ലോ. ഇവിടുത്തെ കൂടുതൽ ഞാൻ എപ്പോഴും ഇരിക്കണമുണ്ട്. ഞാൻ പല തവണ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ശരി, പെണ്ണുങ്ങളാണെങ്കിൽ ഉണ്ടാകാൻ പറയും. പെണ്ണുങ്ങളാണെങ്കിൽ അമ്മ എഴുപ്പിച്ചു വിടും. നമ്മൾ പല മോശമായി സംസാരമായി. അതുകൊണ്ട് അല്ല വീണപ്പോഴേ ആണുങ്ങൾ തന്നെ വന്ന് എണീപ്പിക്കുന്നത്. ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പറ്റുമോ? പിന്നെ എന്തിൻ്റെ എടുത്തില്ലേ? ഞാൻ അവിടെ സ്ലിപ്പായിട്ട് ഇവിടെ സ്ലിപ്പടിച്ച് വീടുന്നാ തന്നെ മനസ്സിലായി. ഇവിടെ സ്ലിപ്പടിച്ച് ഈ ടാങ്ങിലുള്ള വെള്ളമാണ് ഇന്നലെ വെളുപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടാങ്ങിലുള്ള വെള്ളം നിറഞ്ഞിഞ്ഞോ പാഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ജോലിയിൽ അടക്കട്ടായി പോയി. ഇപ്പോൾ ഇവിടെ തുറന്നു കിട്ടും. ടാങ്ങി വെള്ളമില്ല, അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഉള്ള പാഞ്ഞു കേട്ടതാ. കണ്ട് കാണുന്നുണ്ട്. അതിനൊക്കെ കാലത്ത് പതുക്കെ തപ്പി വെച്ചിട്ട്